കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിനെതിരെ നടപടിയെടുത്ത് തൃശൂർ DCC. ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ കോഴ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇന്ന് രാവിലെയാണ് ലാലി ജെയിംസ് ഇത്തരത്തിലൊരു കോഴ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ ലാലിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെയോട് കൂടിയിട്ടായിരുന്നു, അതായത് ഇത്തരത്തിൽ കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ലാലി ജെയിംസ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതായത് തന്നെ മേയറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജോസഫ് ടാജറ്റ് പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് പണം നൽകിയെങ്കിൽ മാത്രമേ ലാലി ജെയിംസിനെ മേയറാക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം ഈ ജോസഫ് ടാജറ്റ് ലാലി ജെയിംസിനെ അറിയിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പറഞ്ഞിരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ മേയർ ആക്കണമെങ്കിൽ കോഴ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ്. അത് പാർട്ടിയുടെ പേരിലാണെങ്കിൽ പോലും അത്തരത്തിലൊരു ഗുരുതര ആരോപണമാണ് ഇത്തരത്തിൽ ലാലി ജെയിംസ് ജോസഫ് ടാജറ്റിനെതിരെ ഉയർത്തിരുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ DCC ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട മുതിർന്ന കൗൺസിലർമാരിൽ ഒരാളാണ് ലാലി ജെയിംസ്. ആ ലാലി ജെയിംസിന് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ലംഘനത്തെ തുടർന്ന് പുറത്താക്കിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് മറ്റൊരു തരത്തിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ഇന്ന് രാവിലെ കൂടി ലാലി ജെയിംസ് പറഞ്ഞതാണ്, തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായാൽ അത് വലിയ ദോഷകരമായി പാർട്ടിക്ക് തന്നെ ബാധിക്കും. കാരണം പല നേതാക്കളുടെയും സാമ്പത്തിക തിരിമറികളെ കുറിച്ച് തുറന്നു പറയേണ്ടി വരും. അതിൽ പ്രധാനമായും തൃശ്ശൂരിലെ പ്രാദേശിക നേതാവായിട്ടുള്ള രാജൻ പല്ലൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക തിരിമറികളെ കുറിച്ച് തുറന്നു പറയും. അതിന്റെ തെളിവ് സഹിതം തന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമാണ് രാവിലെ മുതൽ ലാലി ജെയിംസ് പറഞ്ഞിരുന്നത്. എന്തായാലും തൃശ്ശൂരിലെ മേയർ തർക്കം വലിയ ഒരു വിഷയമാവുകയും അതുപോലെ തന്നെ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി എന്തായിരിക്കും അടുത്ത നടപടി, അതായത് ലാലി ജെയിംസിന്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്ന് കാണേണ്ടതുണ്ട്. കാരണം പ്രധാനമായും ഈ ആരോപണങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അത് പാർട്ടിയെ ഉൾപ്പെടെ, അതായത് ജില്ലാ നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കും. ഈ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അല്ലെങ്കിൽ മേയർ സ്ഥാനം സംബന്ധിച്ച് മുതിർന്ന കൗൺസിലറായിട്ടുള്ള ലാലി ജെയിംസിനെ തള്ളിക്കൊണ്ടാണ് പുതുമുഖമായിട്ടുള്ള നിജി ജസ്റ്റിനെ ഈ AICCയുടെ, അതായത് KC വേണുഗോപാലിന്റെയും AICCയുടെയും നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഈ DCC ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ട് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി ഈ ലാലി ജെയിംസിന് ഉൾപ്പെടെ മറ്റ് കൗൺസിലർമാർക്കും ഉണ്ടായിരുന്നു. എന്തിനാലും നാളെ വലിയ സംഭവങ്ങൾക്ക് കാതോർക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തുറന്ന ഒരു വെളിപ്പെടുത്തൽ എന്തായാലും ലാലി ജെയിംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന്തിക. സാരംഗ്, അതായത് കുറച്ച് ദിവസങ്ങളായി തൃശൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയൊരു തർക്കം നടക്കുന്നതിനിടയിലാണ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്നുണ്ടായ ആരോപണം, അതായത് മേയർ സ്ഥാനം നൽകണമെങ്കിൽ പാർട്ടിക്ക് പണം നൽകണമെന്ന് DCC പ്രസിഡന്റിന് പണം നൽകണമെന്നായിരുന്നു ലാലിയുടെ ആരോപണം. അതായത് തനിക്കെതിരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നേ കൂട്ടി തന്നെ ലാലി ജെയിംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തനിക്കെതിരെ നടപടിയെടുത്താൽ പല നേതാക്കളുടെയും സാമ്പത്തിക തിരിമറി വെളിപ്പെടുത്തും എന്നൊരു ആരോപണം കൂടി ലാലി ജെയിംസ് ഉന്നയിച്ചിരുന്നു. തീർച്ചയായും അവന്തിക, അത്തരത്തിലൊരു ഗുരുതര ആരോപണം തന്നെയാണ് ഉയർത്തിയിരുന്നത്. അതായത് പ്രധാനമായും ഈ തർക്കം ഉടലെടുത്ത സമയം മുതൽ തന്നെ ലാലി ജെയിംസ് മേയറാകുമെന്നായിരുന്നു പ്രധാനമായും കൗൺസിലർമാർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലൊരു DCCയുടെ നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ DCCയിൽ അടക്കം വലിയ ചർച്ചകളായിരുന്നു. ഈ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആകണമെങ്കിൽ കയ്യിൽ കാശ് വേണം. ആ കാശ് പാർട്ടിയുടെ പേരിൽ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കാൻ നൽകിയെങ്കിൽ മാത്രമേ ഈ മേയർ സ്ഥാനം നൽകുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തിയെന്നാണ് ഈ ലാലി ജെയിംസ് പറയുന്നത്. അപ്പോൾ ലാലി ജെയിംസ് ഇങ്ങനെ മറുപടി നൽകുന്നുണ്ട്, അതായത് തന്റെ കയ്യിൽ പണമില്ല, പാവപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ കയ്യിൽ കാശില്ലാതെ മേയറാകാൻ നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ ലാലി ജെയിംസിന്റെ അടുത്ത് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ലാലി ജെയിംസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. അതുപോലെ തന്നെ തനിക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ ഉറപ്പായും ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും. അത് പല നേതാക്കളെയും ബാധിക്കുന്നതായിരിക്കും. ഈ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ KC വേണുഗോപാലിന്റെ ഒരു സംഘം, അതായത് 5 പേരടങ്ങുന്ന സംഘമാണ് ഈ തൃശ്ശൂരിലെ രാഷ്ട്രീയ കാര്യങ്ങൾ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ അടക്കം നിയന്ത്രിക്കുന്നത്. പ്രധാനമായും ഈ DCCക്ക് യാതൊരു തരത്തിലുള്ള വിലയുമില്ലാതെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ KC വേണുഗോപാലിന്റെ സംഘമാണ്. ആ സംഘത്തിൽ 5 പേരുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഈ 5 പേര് ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ ലാലി ജെയിംസ് തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ നാളെ ഇത്തരത്തിലുള്ള എല്ലാ തുറന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന്തിക.
അതായത് സാരംഗ് ലാലി വ്യക്തമാക്കിയിരുന്നു രാവിലെ, അതായത് തനിക്കെതിരെ നടപടി എടുത്താൽ താൻ ഈ വെളിപ്പെടുത്തലുകൾ ഈ സാമ്പത്തിക തിരിമറി അടക്കം നടത്തിയത് ആരാണ് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിജി ജസ്റ്റിൻ പുതുമുഖമാണ്, നിജി ജസ്റ്റിൻ പണം കൊടുത്താണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത് എന്നൊരു വലിയ ഗുരുതരമായൊരു ആരോപണം കൂടി ലാലി ജെയിംസ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് പുതുമുഖമായിട്ടുള്ള നിജി ജസ്റ്റിൻ കൗൺസിലറായി എത്തിയിട്ടുള്ളത്. പ്രധാനമായും ഡോക്ടറാണ്, അതായത് ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറാണ്. ഇതുവരെയും രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ പരിചയമില്ല. നിലവിൽ ആദ്യമായിട്ടാണ് കൗൺസിലർ ആകുന്നത്. അത്തരത്തിലുള്ള ഒരാളെ എന്തുകൊണ്ട് മേയറാക്കി എന്നുള്ളത് ചോദ്യമാണ് ആദ്യമേ തന്നെ ലാലി ജെയിംസും മറ്റ് പല കൗൺസിലർമാരും ഉന്നയിച്ചിരുന്നത്. എന്തായാലും നിജി ജസ്റ്റിൻ പ്രധാനമായും പണം എറിഞ്ഞുകൊണ്ടാണ്, പണം മുടക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ മേയർ സ്ഥാനം വാങ്ങിയത് എന്ന ഗുരുതര ആരോപണവും ലാലി ജെയിംസ് ഇന്ന് ആരോപിച്ചിരുന്നു. അത് പലപ്പോഴായിട്ട് പണപ്പെട്ടികൾ ഇത്തരത്തിൽ AICCയുടെ നിർദ്ദേശപ്രകാരമാണ് ആയതെങ്കിൽ പോലും അത്തരത്തിലുള്ള പണ ഇടപാടുകൾ പല നേതാക്കൾക്കിടയിലും നടന്നിട്ടുണ്ട് ഈ നിജി ജസ്റ്റിന്റെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ നിജി ജസ്റ്റിനെ തുടക്കം മുതലേ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിജി ജസ്റ്റിനെ മേയറാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. അതായത് അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നിജി ജസ്റ്റിന്റെ വീട്ടിൽ പലപ്പോഴായിട്ട് നടന്നു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ലാലി ജെയിംസ് ഇന്ന് ആരോപിച്ചിരുന്നു.